Hello friends, I am Naufal. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് Redmi Note 6 Proയുടെ അൺബോക്സിംഗുമായാണ്. ഏറ്റവും പുതുതായി ലോഞ്ച് ചെയ്തതാണ് Redmi Note 6 Pro. ഞാൻ വാങ്ങിയിരിക്കുന്നത് 4GB റാമും 64GB ഇൻബിൽഡ് മെമ്മറിയും ഉള്ളതാണ്. ഇതിൽ 6GB റാമും 64GB മെമ്മറിയുമുള്ള ഒരു വേരിയൻറ്റും കൂടി നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ MRP വന്നിരിക്കുന്നത് 15,999 ആണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ വാങ്ങാൻ സാധിക്കുന്ന പ്രൈസ് 14,000 രൂപയുമാണ്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ മൊബൈലിൻ്റെ കുറച്ച് പ്രത്യേകത എന്ന് വെച്ചാൽ ഡുവൽ ക്യാമറയാണ് നിങ്ങൾക്ക് സെൽഫിയിൽ ലഭിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്പ്ലേ നോച്ചുമായിട്ടാണ് ലഭിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ നിങ്ങൾക്ക് സെയിം നോട്ട് 5 പ്രോയിൽ നൽകിയിരിക്കുന്ന അതേ പ്രൊസസ്സറും അതേ ബാക്ക് ക്യാമറയൊക്കെ തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ബോക്സിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കാം. ആദ്യം നിങ്ങൾക്ക് ലഭിക്കുന്നത് മൊബൈലായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുക ഇതിൻ്റെ യൂസർ മാനുവലാണ്. സാധാരണ എല്ലാ മൊബൈലിലും ലഭിക്കുന്ന അതേ ഇത് തന്നെ. നെക്സ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് MIയുടെ എല്ലാ മൊബൈലിലും ലഭിക്കുന്ന പോലെയുള്ള ഒരു സിലിക്കോൺ കവർ. നിങ്ങൾക്ക് സിം എജക്റ്റ് ചെയ്യാനുള്ള ഒരു പിന്നും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട്. ഇതിനുശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നത് സാധാ ഒരു ചാർജറാണ്. അതായത് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജർ ഒന്നും തന്നെ ഇതിൽ ലഭിക്കുന്നില്ല. പക്ഷേ ഈ മൊബൈൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടബിളുമാണ്. ഒരു മൈക്രോ USB കേബിളാണ് ഇതിൽ ലഭിക്കുന്നത്. അതും C ടൈപ്പ് അല്ല. C ടൈപ്പ് ഈ മൊബൈലിലും MI നൽകിയിട്ടില്ല. സാധാ മൈക്രോ USB കേബിൾ തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഈ മൊബൈലിൻ്റെ പ്രൊസസ്സർ എന്ന് വെച്ചാൽ Qualcomm Snapdragon 636 പ്രൊസസ്സറാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ CPU എന്ന് പറഞ്ഞാൽ Octa-core 1.8 GHz. അതേപോലെ തന്നെ GPU Adreno 509 ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ നിങ്ങൾക്ക് PUBG പോലെയുള്ള ഹൈ ഗ്രാഫിക്സ് ഗെയിമുകളൊക്കെ തന്നെ സിമ്പിളായി നോട്ട് 5 പ്രോയിൽ കളിക്കുന്നത് പോലെ തന്നെ ഇതിലും കളിക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കുകയാണ്. കാരണം കുറച്ച് സെറ്റിങ്സുകളൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്ന് ഫാസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ മൊബൈൽ ഓൺ ആയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ടാണ് ഡിസ്പ്ലേയിൽ എല്ലാം തന്നെ കാണുന്നത്. നമുക്കിതിൻ്റെ വെർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. MIUI വെർഷൻ 9.6 ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. പല ആളുകളുടെ മൊബൈലിലും 10 അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വാങ്ങിയ മൊബൈൽ 9.6 ആണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിൽ വൈഫൈ കണക്റ്റ് ആയ ഉടനെ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഈ മൊബൈൽ ആൻഡ്രോയിഡ് വെർഷൻ എന്ന് വെച്ചാൽ 8.1 ആണ്. ഓറിയോ അപ്ഡേറ്റ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ സാധാരണ നോട്ട് 5 പ്രോയിൽ വരുന്ന അതേ ഓപ്ഷൻ തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഫുൾ വ്യൂ ഡിസ്പ്ലേ ബാക്കിയൊക്കെ തന്നെ നിങ്ങൾ സാധാരണ MI മൊബൈൽ കാണുന്ന അതേപോലെ തന്നെയാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ പ്രത്യേകതകൾ ക്യാമറയിൽ മാത്രമാണ്. അതുകൊണ്ട് നമുക്ക് ക്യാമറയൊന്ന് ചെക്ക് ചെയ്യാം. AI സെൻസർ ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയും പോർട്രേറ്റുമായി നിങ്ങൾക്ക് ഇത് ഓട്ടോ ഫോക്കസായി നിങ്ങൾ കാണുവാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഫോക്കസുകളൊക്കെ തന്നെ പക്കയായിട്ട് നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങൾ കാണാം ഫ്രണ്ട് ക്യാമറയാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ നോട്ട് 5 പ്രോയിലാണ്. അത്യാവശ്യം ബെറ്റർ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നൽകിയിരിക്കുന്നത്. 20+2 ആണ് ഇതിൻ്റെ സെൽഫി ക്യാമറ വരുന്നത്. ബാക്ക് ക്യാമറയാണെങ്കിൽ 12+5 ഡുവൽ LED ഫ്ലാഷോട് കൂടിയാണ് നൽകിയിരിക്കുന്നത്. നോട്ട് 5 പ്രോയിൽ ഫ്രണ്ട് ഫ്ലാഷ് ഉണ്ടായിരുന്നു. ഈ മൊബൈൽ അത് നൽകിയിട്ടില്ല. പിന്നീട് ഈ മൊബൈലിലുള്ളത് കുറച്ച് ഇൻബിൽഡ് ആപ്ലിക്കേഷനാണ്. കുറച്ച് ആപ്ലിക്കേഷനുകൾ കമ്പനി തന്നെ ഇതിൽ ഇൻബിൽഡായി ഇൻസ്റ്റാൾ ചെയ്തിട്ടുമുണ്ട്. ഈ മൊബൈൽ മൊത്തമായി നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ മുകളിലായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഡുവൽ ക്യാമറ, ഇയർ സ്പീക്കർ, അതേപോലെ തന്നെ സെൻസറുമാണ്. അതേപോലെ ഇതിൻ്റെ താഴ്ഭാഗം നോക്കുകയാണെങ്കിൽ മൈക്രോ USB കേബിൾ കണക്ട് ചെയ്യാനുള്ള പ്ലേസും
മൈക്കുമാണ് നൽകിയിരിക്കുന്നത്. സൈഡിലായി നിങ്ങൾക്ക് സിം ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനുമുണ്ട്. ഹൈബ്രിഡ് ഡുവൽ സിം സ്ലോട്ടാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരേ സമയം ഡുവൽ സിം കാർഡും മെമ്മറി കാർഡും ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. സിംഗിൾ സിമ്മോ മെമ്മറി കാർഡ് അല്ലെങ്കിൽ ഡുവൽ സിം മെമ്മറി കാർഡ് ഇല്ലാതെയും യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ സാധാരണ നോട്ട് 5 പ്രോയിൽ നൽകിയിരിക്കുന്ന അതേ മോഡൽ തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഡുവൽ ക്യാമറ, സെൻട്രൽ ഫ്ലാഷും അതേപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റും. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ ഓൺ ഓഫ് ബട്ടണും അതേപോലെ തന്നെ വോളിയം ബട്ടണുമാണ് നൽകിയിരിക്കുന്നത്. മുകളിലായി ഇൻഫ്രാറെഡും സെക്കൻഡറി മൈക്ക് ആൻഡ് 3.5mm ഓഡിയോ ജാക്കുമാണ് നൽകിയിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ക്യാമറ നോട്ട്ച്ച് ഡിസ്പ്ലേ അല്ലാതെ 5 പ്രോയിൽ നിന്നും യാതൊരുവിധ ഡിഫറൻറ്റും ഈ മൊബൈലിൽ നൽകിയിട്ടില്ല. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ മൊബൈലിൻ്റെ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനതിൻ്റെ റീപ്ലൈ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.